അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, എക്സ്ട്രീം പോവർട്ടി, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നിവയൊക്കെ കണക്കാക്കിയാണ് ഈ അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. കേരള സർക്കാരിന്റെ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണ് എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. അതിദാരിദ്ര്യത്തിൽപ്പെട്ട ആളുകൾക്ക് ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച ഫണ്ടിൽ നിന്ന് 1.5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു മാമാങ്കം ഇവർ നടത്തിയിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 30 കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുമ്പ് CPM-ന്റെ MLA ആയ പി മമ്മിക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് മന്ത്രി GR അനിൽ നൽകിയ മറുപടിയിൽ കേരളത്തിലെ അതിദാരിദ്ര്യരുടെ എണ്ണം ഏകദേശം 5,91,000 മുകളിൽ നിയമസഭാ രേഖയിലുണ്ട്. അതിജീവനത്തിന് വേണ്ടി പൊരുതുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന ഒരു സമീപനമാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1ാം സ്ഥാനം നേടിയ ഒരു കുട്ടിയോട് 2 ദിവസം മുമ്പ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് എനിക്ക് സ്വന്തമായൊരു വീടാണ് വേണ്ടത് എന്ന്. ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റത്തിന്റെ പരാജയം മൂലം അവർ കൊലക്ക് കൊടുത്ത രാധയുടെ സ്വപ്നവും സ്വന്തമായൊരു വീടെന്നായി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവർക്കും സ്വന്തമായി വീടില്ലാത്ത ആളുകളുണ്ടായി. ഈ പരിപാടിയിൽ പങ്കെടുത്തവരിൽ പോലും വീടില്ലാത്തവരുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദാരിദ്ര്യത്തിന്റെ പടുകുയിൽ വീണ് കിടക്കുന്ന നിരവധി ആളുകളുള്ള ഈ നാട്ടിലാണ് അവരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനവുമായി ഈ അവസരത്തിൽ ഇവർ കടന്നു വന്നിട്ടുള്ളത്. ഇത് ഉള്ളൂ. 3 നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, ചികിത്സിക്കാൻ പണമില്ലാത്തവർ, ഇങ്ങനെ ഒരുപാട് സങ്കടത്തിൽ കഴിയുന്ന നിരവധി ആളുകളുള്ള നമ്മുടെ നാട്ടിൽ സങ്കടങ്ങളിൽ ജീവിക്കുന്നവരെ ഇരകളാക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്.